റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധതയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതിനെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ ഉക്രൈനിൽ ഉടനീളം റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലും വ്യോമാക്രമണത്തിലും കുറഞ്ഞത് 4 പേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കിഴക്കൻ ഉക്രൈനിലെ ഡൊണസ്റ്റിക് മേഖലയിൽ നടന്ന വ്യോമാക്രമണത്തിൽ 3 പേർ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റീജിയണൽ പ്രോസിക്യൂട്ടർ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. തുടർച്ചയായ 3-ാം രാത്രിയും പാവ്ലോഹാഡ് നഗരത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 14 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗവർണർ സെർഹി ലിസാക്കും അറിയിച്ചു. 2024 ഓഗസ്റ്റിൽ ഉക്രൈനിയൻ സൈന്യം ഒരു അപ്രതീക്ഷിത കടന്നുകയറ്റത്തിലൂടെ പിടിച്ചെടുത്ത കുർസ്ക് മേഖലയുടെ ശേഷിക്കുന്ന ഭാഗങ്ങളുടെ നിയന്ത്രണം കൂടി തിരിച്ച് പിടിച്ചതായി റഷ്യ അവകാശപ്പെട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. കുർസ്കിലെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണെന്ന് ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു. 3 വർഷമായി തുടരുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തനിക്ക് സംശയമുണ്ടെന്ന് ശനിയാഴ്ച ട്രംപ് പറഞ്ഞിരുന്നു. സമാധാന കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമോ എന്ന കാര്യത്തിൽ ട്രംപ് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിനും ഒരു ദിവസം മുമ്പ് ഉക്രൈനും റഷ്യയും ഒരു കരാർ വളരെ അടുത്താണ് എന്ന് ട്രംപ് തന്നെയാണ് പറഞ്ഞത്. കീവ് ഉൾപ്പെടെയുള്ള ഉക്രൈൻ നഗരങ്ങളിൽ റഷ്യ അടുത്തിടെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ അനാവശ്യവും തെറ്റായ സമയത്തുള്ളതുമായ പ്രവൃത്തിയെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. പുടിൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ വെറുതെ കളിയാക്കുകയാണ്, അദ്ദേഹത്തെ വ്യത്യസ്തമായി കൈകാര്യം ചെയ്യേണ്ടി വരും, 5000 സൈനികർ ആഴ്ചതോറും മരിക്കുന്നു, സമാധാന കരാർ പെട്ടെന്ന് പൂർത്തിയാക്കൂ എന്നും ട്രംപ് പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഉക്രൈനിൽ റഷ്യ കനത്ത ആക്രമണം അഴിച്ചുവിട്ടത്. വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചെറിയൊരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ ഞായറാഴ്ച വൈകുന്നേരം ന്യൂജേഴ്സിയിലെ തന്റെ ഗോൾഫ് ക്ലബ്ബിൽ നിന്ന് പുറത്തു പോകുമ്പോൾ റഷ്യയുടെ ആക്രമണങ്ങളിൽ താൻ നിരാശനായി തന്നെ തുടരുന്നു എന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അദ്ദേഹം വെടിവെപ്പ് നിർത്തി ഒരു കരാറിലെത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പുടിനെ കുറിച്ച് ട്രംപ് പറയുന്നു. ഉക്രൈനിലെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ റഷ്യ 149 സ്ഫോടനാത്മക ഡ്രോണുകളും ഡെക്കോയികളും ഉപയോഗിച്ചു. 57 എണ്ണം തടഞ്ഞുവെന്നും 67 എണ്ണം കുടുങ്ങിയെന്നും ഉക്രൈനിയൻ വ്യോമസേന പറയുന്നു. ബ്രയാൻസ്കിന്റെ അതിർത്തി മേഖലയിൽ 5 ഉക്രൈനിയൻ ഡ്രോണുകളും 2014 റഷ്യ നിയമവിരുദ്ധമായി പിടിച്ചെടുത്ത ക്രിമിയൻ ഉപദ്വീപിന് മുകളിലൂടെ പറന്ന 3 ഡ്രോണുകളും തങ്ങളുടെ വ്യോമ പ്രതിരോധം വെടിവെച്ചിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അധിനിവേശ മേഖലയിലെ ഹോർലിവ്ക നഗരത്തിൽ ഉക്രൈനിയൻ സൈന്യവും ഷെല്ലാക്രമണം നടത്തിയപ്പോൾ 5 പേർക്ക് പരിക്കേറ്റതായി റഷ്യ നിയമിച്ച മേയർ ഇവാൻ പ്രിക്കോഡ്കോയും പറയുന്നു. ഉക്രൈൻ യുദ്ധം അമേരിക്കയുടെയോ ട്രംപിന്റെയോ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒന്നല്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് റഷ്യ. അതിന്റെ ഉദാഹരണമാണ് ഇന്നലെ ഉക്രൈനിൽ നടത്തിയ ഈ വമ്പൻ ആക്രമണം.